ഇന്നത്തെ എൻ്റെ റെസിപ്പി മത്തങ്ങയും പരിപ്പും കൂടെ കറി വെച്ചെടുത്തതാണ്. നമ്മുടെ എല്ലാ വീടുകളിൽ മിക്ക ദിവസവും ഈ മത്തങ്ങയും പരിപ്പും കറി വെക്കുന്നത് കാണും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്വാദിഷ്ടമായിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മത്തങ്ങയും പരിപ്പും കൂടെ കറി വെക്കുന്നതിന് ഞാൻ ഒരു വലിയ കഷ്ണം മത്തങ്ങ ഈ വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പരിപ്പ് കഴുകിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിക്കാം. ഒരു 1/4 വേവാകുമ്പോൾ നമുക്ക് മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് പരിപ്പൊന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മത്തങ്ങയും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. മത്തങ്ങയും പരിപ്പും കൂടെ വേകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പും കൂടെ റെഡിയാക്കാം. ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഒരു വെളുത്തുള്ളി കീറിയിട്ടിട്ടുമുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നെയ്ക്ക് വെള്ളം ഒഴിച്ച് നല്ല നെയ്യ് പോലെ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നല്ലപോലെ തിളച്ച് വന്ന ഈ മത്തങ്ങയും പരിപ്പിലേക്ക് 2 ചെറിയ ടൊമാറ്റോ അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വേകുന്നിടം വരെ അടച്ചു വെക്കാം. മത്തങ്ങയും പരിപ്പും എല്ലാം വെന്തോന്നൊന്നുകൂടെ നോക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മത്തങ്ങ ഇനി ഉടയ്ക്കേണ്ട കാര്യമില്ല. ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഈ മിക്സിയിൽ ഒഴിച്ച് അതിൻ്റെ വെള്ളവും കൂടെ അങ്ങോട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി തിളപ്പിക്കേണ്ട. നമുക്കിത് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കറി നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5 ചുവന്നുള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. അതുപോലെ ഈ മത്തങ്ങയ്ക്കും പരിപ്പിനും കടുക് താളിക്കുമ്പോൾ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം. കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങയും പരിപ്പും റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.